അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഷിഫ ഹാഷിദ്. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പം 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അവർ പ്രഗ്നൻ്റ് ആണ്, ജസ്റ്റ് പ്രഗ്നൻ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടീനെ വെച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അബോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 5-ാം മാസത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ഒരു മോമി ബ്രെയിൻ എന്നുള്ളൊരു സാധനം കേട്ടിട്ടുണ്ടാവും. അതായത് ആദ്യമായിട്ട് പ്രസവിച്ചിട്ട് ഫസ്റ്റത്തെ 2 വർഷം ഏതൊരു പുതിയ ഉമ്മമാർക്കും അല്ലെങ്കിൽ ഒരു പുതിയ മദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിന് ഒരു മേജർ ഷിഫ്റ്റ് നടത്തും. അതായത് കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ പോലും ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് കുട്ടിക്കും വേണ്ടിയിട്ട് ഫേവറബിൾ ആവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ സൈഡാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അബോർട്ട് ചെയ്യാണെന്നൊക്കെ കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വളരെ വലിയ പാതകമായിട്ടാണ് തോന്നിയത്, വലിയൊരു പാപമായിട്ടാണ് തോന്നിയത്. പക്ഷെ ആ വ്യക്തി എന്നോട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്കിപ്പോൾ ഒരു കുട്ടീനെ ബെയർ ചെയ്യാനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് അത് പിന്നെ അബോർട്ട് ചെയ്യാണെന്നുള്ള, അല്ലെങ്കിൽ അതൊരു വളരെ നോർമലായിട്ടുള്ള വളരെ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവരത് എന്നോട് സൂചിപ്പിച്ചത്. അതായത് ഈ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് തെറ്റിനെയും ശരിനെയും വേർതിരിച്ചറിയുന്നത്? സൈക്കോളജി എന്ന് പറയുമ്പം മനസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഈ ഒരു നമുക്കറിയാം, എൻ്റെ കണ്ണ് എന്തൊക്കെ നോക്കണം എന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല, എൻ്റെ മനസ്സാണ്. ഞാൻ എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ നാവല്ല, എൻ്റെ മനസ്സാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. മനസ്സിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ഉടലെടുക്കുന്നത്. മനസ്സാണ് എന്താണ് എൻ്റെ ശരി, എന്താണ് എൻ്റെ തെറ്റെന്ന് തീരുമാനിക്കുന്നത്. സൈക്കോളജിൻ്റെ, മോഡേൺ സൈക്കോളജിൻ്റെ ഫാദർ ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് മനസ്സിനെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞു മക്കളായിട്ട് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പോർഷൻ, ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ പൈശാചികതയോട് കൂടിയ, അല്ലെങ്കിൽ എല്ലാ വൃത്തികേടുകൾക്കും എല്ലാ അശ്ലീലതകൾക്കും മനുഷ്യനെ പ്രാപ്തനാക്കുന്ന, എല്ലാ തെറ്റിലേക്കും മനുഷ്യനെ വലിച്ചഴക്കുന്ന ഒരു പോർഷനോട് കൂടിയായിട്ടാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പിന്നീട് നമുക്കൊരു 5 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഇതിനെതിരെ ഈ ഒരു എന്താ പറയുക, ചീത്ത സ്വഭാവത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചീത്തത് ചെയ്യാനുള്ള ഒരു പ്രവണതക്കെതിരെ, അതിന്റെ പേര് എന്നാണ്, ഇതിനെതിരെ ഒരു കൗണ്ടർ പാർട്ട്ണർ ആയിട്ടുള്ള സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ഒരു കോമ്പണന്റ് ജനിക്കുന്നത് നമുക്കൊരു 5 വയസ്സാവുമ്പോഴാണ്. അതായത് ഈ ഒരു ഭാഗം, നമ്മുടെ മനസ്സിന്റെ പൈശാചികത നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏതൊരു കാര്യവും തടയാൻ പര്യാപ്തമാക്കുന്ന ഈ സൂപ്പർ ഈഗോ പിന്നീട് നമ്മൾ വളരുന്നതിനനുസരിച്ച് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ എത്രത്തോളം മൊറാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ മോറൽ കോമ്പണന്റ് ആയിട്ടുള്ള, നമ്മുടെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏതൊരു തിന്മയിൽ നിന്നും നമ്മളെ തടയുന്ന ഈ ഒരു മൊറാലിറ്റി എന്ന പോർഷൻ വലുതായി വരികയും ഇതിനെ കൗണ്ടറാക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് രണ്ടിൻ്റെയും ഒരു പ്രോപ്പർ ബാലൻസിലാണ് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതിനൊരു ഞാൻ എക്സാമ്പിൾ വെച്ച് വിശദീകരിക്കാം. അതിന് മുന്നേ ആയിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, നമ്മുടെ മൊറാലിറ്റി, ഏതൊരു മനുഷ്യൻ്റെയും നന്മയുടെ ഇടം എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സൂപ്പർ ഈഗോക്ക് അറിയുന്നത് എവിടെ നിന്നാണ് ശരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് തെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് നമ്മുടെ സൂപ്പർ ഈഗോക്ക് അറിയുന്നത് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മൾ ഏതൊരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോഴും, ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആവട്ടെ അല്ലെങ്കിൽ എയർ ഫ്രയർ ആവട്ടെ, അങ്ങനെ എന്തൊരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോഴും നമുക്കതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടാറുണ്ട്. ഹൗ ടു യൂസ് ഇറ്റ്, ഈ സാധനം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാറ്റലോഗ് ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമുക്കതിൻ്റെ കൂടെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാ ചാബല്യങ്ങളെക്കുറിച്ചും വളരെ ബോധ്യവുമുള്ള ഒരു നാഥൻ ഉണ്ടെന്നും, ആ നാഥൻ മനുഷ്യനെ മനസ്സിന്റെ തെറ്റെന്താണ് ശരി എന്താണ് എങ്ങനെ ചിന്തിക്കണം എന്നും കൽപ്പിക്കുന്ന ഒരു കാറ്റലോഗ് ഇറക്കിയിട്ടുണ്ട് എന്നും, ആ കാറ്റലോഗത്തെ നന്മയും തിന്മയുമാണ് ഞങ്ങളുടെ ശരിയും തെറ്റും എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ മോറൽവാദികൾ അല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഏത് കാറ്റലോഗും, ഇപ്പോൾ ഖുർആനാവട്ടെ അങ്ങനെ മറ്റും ബൈബിൾ ആവട്ടെ അങ്ങനെ മറ്റ് വേദഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇത്തരത്തിൽ മതവിശ്വാസികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു കാറ്റലോഗിന്റെ ആവശ്യമൊന്നുമില്ല. എന്താണോ എൻ്റെ ശരികൾ, എന്താണോ എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ശരികളാണ് എൻ്റെ ശരികൾ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്താണോ തോന്നുന്നത് അതാണ് എൻ്റെ ശരി, എനിക്കെന്താണോ തോന്നുന്നത് അതാണ് എൻ്റെ തെറ്റെന്ന് പറയുന്നവരാണ് സിംപ്ലി നമ്മൾ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2022 പുറത്തു വന്ന ഒരു സംവിധായകനെതിരെയുള്ള കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് വിജയ് ബാബു എന്നാണ്. ആ കേസ് തെളിഞ്ഞുകൊണ്ടാണ് ആ പേര് ഞാൻ ഇവിടെ പിന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഈ വിജയ് ബാബു എന്ന് പറഞ്ഞ ഈ ഒരു സംവിധായകനെതിരെ ഒരു യുവ നടി മുന്നോട്ട് വരികയാണ്. കേസ് ഇങ്ങനെയായിരുന്നു. അതായത് ഇദ്ദേഹം ഫിലിമിൽ അവസരം കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിയുമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഫ്ലാറ്റിൽ വെച്ചിട്ട് പലവട്ടം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ വൈഫും കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പിന്നെ പ്രശ്നം. പക്ഷെ അത്രയും കാലം ആ ഒരു യുവ നടീനെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ ആയിരുന്നു. അൺലെസ് ആ ചാൻസ് ഇദ്ദേഹം വാഗ്ദാനം ചെയ്ത ആ ചാൻസ് അദ്ദേഹം കൊടുത്തില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ യുവ നടി മുന്നോട്ട് വന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ യുവ നടി ഒരു ലിബറലിസ്റ്റ് വാദിയാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ യുവ നടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുന്നത് വരെ ഈ യുവ നടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിയായിരുന്നു. അതായത് പൂർണ്ണ സമ്മതത്തോടു കൂടി രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഒരു ലിബറലിസ്റ്റ് ആശയമുള്ള ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്താണ് തെറ്റ്? ഇതിലൊരു തെറ്റുമില്ല. അതുകൊണ്ട് ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കാലം അത് ശരിയായിരുന്നു. പക്ഷെ പിന്നീട് തനിക്ക് അദ്ദേഹം തരാന്ന് പറഞ്ഞ അവസരം നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ അതൊരു തെറ്റായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് ഇവിടെയാണ് ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് കിടക്കുന്നത്. അതായത് എവിടെ വരെയാണ് ശരി, എവിടെ നിന്നാണ് തെറ്റ് തുടങ്ങുന്നതെന്ന് ഡിഫൈൻ ചെയ്യല് ഒരു ലിബറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു മോറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെറ്റിന്നത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു കാറ്റലോഗ് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് മറ്റൊരു ഉദ്ദേശത്തോടു കൂടി രണ്ടാം വട്ടം നോക്കുന്നത് വരെ തെറ്റാണ് എന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു കറക്റ്റ് ശരി എന്താണ് തെറ്റെന്താണെന്ന് വിശ്വാസ ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് രണ്ടാം വട്ടം നോക്കുന്നത് വരെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ തെറ്റ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടാം വട്ടം നോക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ മനസ്സിലെ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിൽ നമുക്കൊരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാവുകയും കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ അവിടുന്ന് അങ്ങോട്ട് പിന്നീടല്ലേ അശ്ലീല സംസാരങ്ങളും അങ്ങനെ അങ്ങോട്ട് എല്ലാത്തിൽ നിന്നും ആ മനുഷ്യൻ മാറി നിൽക്കുന്നു. അതായത് എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറലിസത്തിന് പിന്നെ എവിടെയാണ് തെറ്റ്, എവിടെ വരെയാണ് തെറ്റ്, എവിടെ വരെയാണ് ശരി എന്ന് ഡിഫൈൻ ചെയ്യാൻ ലിബറലിസം തോൽക്കുന്നിടത്ത് മൊറാലിറ്റി വിജയിക്കുന്നു എന്നുള്ളതാണ്. അതായത് മൊറാലിറ്റി നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ തരുന്നു, നമ്മുടെ മനസ്സിലൊരു മെന്റൽ മാപ്പ് കൊണ്ടുവരുന്നു, ഇവിടെ മുതൽ നിന്റെ തെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിനനുസരിച്ച് ആ തെറ്റാണെന്ന് ബോധ്യമാകുന്ന നിമിഷം നമ്മുടെ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുകയും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കുകയും നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംവിധായകന്റെ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സംവിധായകൻ ഈ ഒരു യുവ നടിക്ക് പിന്നെ സിനിമയിൽ അവസരം നൽകിയിരുന്നു എങ്കിൽ ഒരിക്കലും ഈ വിഷയം നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇതൊരു കേസായിട്ട് പൊന്തി വരെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ ആരും അറിയാനോ പോകുന്നില്ല. അതായത് ഫിലിം ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരുപാട് റീസൺസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഏരിയയിലും നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടാണ് ഒരു ജോലിക്ക് നോക്കുന്നത്. പക്ഷെ ഫിലിം ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കിട്ടിയാൽ മാത്രമേ നമ്മുടെ കഴിവ് നമുക്ക് പിന്നെ മുഴുവനായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു അവസരം എന്നുള്ളത് ഏതൊരു പുതുമുഖത്തിനെ സംബന്ധിച്ചും വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്, അതുകൊണ്ടും കൂടിയാണ് ഇത്തരം എക്സ്പ്ലോയിറ്റേഷൻസ് അധികവും ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. മാത്രമല്ല ഒരുപാട് ലിബറൽ ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു കൂട്ടം കൂടിയാണ്, അല്ലെങ്കിൽ ലൗഡായിട്ട് ഞങ്ങൾ ലിബറലിസ്റ്റ് ആണെന്ന് പറയുന്ന ഒരു കൂട്ടം ഒരുപാട് ആളുകളുള്ള ഒരു ഏരിയ കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പിന്നെ അവസരം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സെക്ഷൽ ഫേവേഴ്സ് പിന്നെ ചോദിക്കുന്ന ഒരു പുരുഷനും അത് ഞങ്ങൾ സെക്ഷൽ ഫേവേഴ്സ് തരാം പക്ഷെ അവസരം തന്നാൽ മതി എന്ന നിബന്ധനയോട് കൂടിയിട്ട് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ കോമൺ ആണെന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ലിബറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്താണ് തെറ്റ്? തീർച്ചയായിട്ടും തെറ്റില്ല എന്നായിരിക്കും അവരുടെ ഒരു വാദം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ സംവിധായകന്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു യുവ നടി വരുന്നു, അദ്ദേഹം സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നു, ഈ യുവ നടി അത് കൊടുക്കുന്നു. വീണ്ടും രണ്ടാമതൊരു
ഒരു യുവനടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം വീണ്ടും സെക്ഷൽ ഫേവേഴ്സ് അവരോടും ചോദിക്കും. കാരണം മുന്നേ കിട്ടിയതാണല്ലോ, അതുകൊണ്ട് അവരോടും ചോദിക്കുന്നു. അവരും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സൊസൈറ്റിന്റെ ഒരു നോമായിട്ട് മാറുന്നു. അതായത് എത്ര കഴിവുള്ള ആൾ വന്നാലും അവർ ചോദിക്കുന്ന സെക്ഷൽ ഫേവേഴ്സ് കൊടുക്കാതെ നിങ്ങൾക്ക് അവസരം കിട്ടൂല എന്നൊരവസ്ഥയിലേക്ക് സൊസൈറ്റിനെ അത് കൊണ്ടെത്തിക്കുന്നു. ഈ ഒന്നാമത്തെ യുവനടിയും രണ്ടാമത്തെ യുവനടിയും ഒക്കെ ഇത് ഞങ്ങളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണെന്ന് പറയുമെങ്കിൽ പോലും മൂന്നാമത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു മൊറാലിറ്റി ഉള്ള ആളാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിലും അവർ പറഞ്ഞ പോലെ പിന്നെ ശരീരത്തെ വഴങ്ങി കൊടുക്കാത്ത അവസ്ഥയിൽ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് മൊത്തത്തിൽ സൊസൈറ്റിയിൽ അത്തരത്തിലൊരു നോമ് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ പിന്നെ ഒരു മൊറാലിറ്റി ഉള്ള ഒരു സൊസൈറ്റിയാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുമ്പോൾ തന്നെ ഒരു ബിഗ് നോ, അൺബെൻഡബിൾ ആയിട്ടുള്ള മൊറാലിറ്റി ഉള്ള ആളുകളാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് നോ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരാളോട് അതെങ്ങനെ ചോദിക്കുന്നു അയാളെ മനസ്സിൽ നിന്ന് തന്നെ ചോദ്യം വരും. എങ്ങനെ ഇനി ചോദിക്കും? കാരണം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്യാവശ്യം ഫെയിം ഉള്ള ആളുകളാണ്, അതുകൊണ്ട് റെപ്യൂട്ടേഷൻ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് ആവശ്യപ്പെടാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ അതായത് ഒരിക്കലും ലിബറലിസത്തിന് ഒരിക്കലും ഇപ്പൊ നമുക്കറിയാലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ ലിബറലിസത്തിന് ഈ സൊസൈറ്റി ആഗ്രഹിക്കുന്ന കഴിവ് കൊണ്ട് മാത്രം ആ ഒരു ഏരിയക്ക് കടന്നു ചെല്ലുക എന്ന സ്വാതന്ത്ര്യം നൽകാൻ ഒരിക്കലും ലിബറലിസത്തിനെ കൊണ്ട് കഴിയില്ല. മറിച്ച് മൊറാലിറ്റി ഉള്ള, മോറൽ വാല്യൂസ് ഉള്ള, ബെൻഡ് ചെയ്യാൻ പറ്റാത്ത തെറ്റും ശരിയുമുള്ള ആളുകൾക്ക് മാത്രമേ ഈ സൊസൈറ്റിയിൽ ഫ്രീഡം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് കഴിവുള്ള ആളാണെങ്കിൽ സ്വതന്ത്രത്തോടു കൂടി കയറി ചെല്ലാം എന്നൊരു പിന്നെ കോൺഫിഡൻസ് മൊറാലിറ്റിക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പോയിന്റ്. ഇനി പിന്നെ പണ്ട് മലർവാടിയിൽ ഒരു കഥ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഒരു പട്ടത്തിന്റെ കഥയാണ്. ഈ പട്ടം ഒരു പെൺകുട്ടി ഒരു കയറിൽ ഒരു നൂലിൽ കെട്ടിയ പട്ടം ഒരു കടൽ തീരത്ത് നിന്ന് പറത്തുകയാണ്. അപ്പോൾ ആകാശത്ത് പാറി കളിക്കുന്ന പട്ടത്തിനെ കണ്ടിട്ട് അതുവഴി വന്ന ഒരു പക്ഷി പട്ടത്തിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിന്നെ ഇങ്ങനെ കയറിൽ കെട്ടിയിട്ടിട്ടുള്ളത്? നിനക്ക് ആ കയറ് പൊട്ടിച്ച് പുറത്ത് വന്നൂടെ? അങ്ങനെയാണെങ്കിൽ ആകാശത്ത് ഇതിലും ഉയരത്തി പാറി പറക്കാലോ, കാണാത്ത ലോകങ്ങളൊക്കെ കാണാലോ, എന്തിനാണ് ഈ നിന്റെ സ്വാതന്ത്ര്യത്തെ ഈ കയറിൽ കെട്ടിയിട്ടതെന്ന് ചോദിക്കുമ്പോഴാണ് പട്ടത്തിനെ സംബന്ധിച്ചും പട്ടവും ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, എന്തിനാണ് എന്നെ ഈ കയറിൽ കെട്ടിയിട്ടിട്ടുള്ളത്? എൻ്റെ സ്വാതന്ത്ര്യം എന്തിനാണ് ഈ പെൺകുട്ടി നശിപ്പിക്കുന്നത് എന്ന് തോന്നിയപ്പോൾ കിളിയോട് പട്ടം ആവശ്യപ്പെടുകയാണ്, നീ ഈ ചരടൊന്ന് പൊട്ടിച്ചു തരണം എന്നുള്ളത്. അങ്ങനെ ആ കിളി ആ ചരട് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഉയർന്ന് പൊങ്ങുന്നതിന് പകരമായിട്ട് പട്ടം നിയന്ത്രണം തെറ്റി കടലിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓരോ പട്ടങ്ങളാണ് നമ്മളെല്ലാവരും. ഈ നിൽക്കുന്ന കയറാണ് നമ്മുടെ മൊറാലിറ്റി എങ്കിൽ ഈ കയറിന്റെ അങ്ങേ അറ്റത്തുള്ളത് നമ്മുടെ നാഥനാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അതായത് മുഹ്സിനായ ഒരാളെ കുറിച്ച്, മൊറാലിറ്റി ഉള്ള ഒരാളെ കുറിച്ച് അല്ലാഹു പറയാണ്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അതായത് ബലിഷ്ഠമായ ഒരു കയറിൽ മുറുകെ പിടിച്ചവരാണ് അവർ എന്നുള്ളത്. അതായത് ഈ ഒരു മൊറാലിറ്റി നമ്മുടെ കയറാണ്. പലപ്പോഴും എല്ലാ കയറുകളും നമ്മളെ വരിഞ്ഞു കെട്ടുന്നതോ പിടിച്ചു വെക്കുന്നതോ അല്ല, മറിച്ച് എത്ര ഉയരത്തിലേക്കും നമുക്ക് പറക്കാൻ ഉന്നതി നൽകുന്ന, അതുപോലെ തന്നെ നിയന്ത്രണം തെറ്റി വിടാതെ സംരക്ഷിക്കുന്ന പിടിവള്ളികൾ കൂടിയാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, മൊറാലിറ്റി ഈസ് നോട്ട് ഓൺലി അവർ ഫ്രീഡം. മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഫ്രീഡം മാത്രമല്ല, ഇറ്റ് ഈസ് ദ പവർ. ഇത് ഞങ്ങളുടെ ഈ ഒരു മൊറാലിറ്റി എന്നുള്ളത് ഞങ്ങളുടെ പവർ കൂടിയാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അത്തരം അഭിമാന ബോധമുള്ളവരായിട്ട് മാറുക. അതിന് നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.